നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ സൂത്രപ്പണികളെല്ലാം പാളിപ്പോയ UDF അശ്ലീലങ്ങളെയും സ്ത്രീവിരുദ്ധതയും കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDFന്റെ ഭാഗത്തു നിന്നും വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കായിരുന്നു കൂടുതൽ മോശമായ ആരോപണങ്ങൾ കേൾക്കാനിടയായത്. ഈ മോശമായ ആരോപണങ്ങളിൽ പല വിധത്തിലുമുള്ള കടന്നാക്രമണങ്ങളും ടീച്ചർക്ക് നേരെ വന്നപ്പോഴും അതിന് നല്ല കുറുക്കിക്കൊള്ളുന്ന മറുപടിയോടെയായിരുന്നു എല്ലാ ആരോപണങ്ങളെയും ടീച്ചർ കാറ്റിൽ പറത്തിയത്. പിന്നെ കോൺഗ്രസിലെ ചില പകൽ മാന്യന്മാർക്കെതിരെ കേസുമായി. എല്ലാത്തിനെയും പോലീസ് പിടികൂടുകയും ചെയ്തു. വ്യക്തിപരവും സ്ത്രീവിരുദ്ധവുമായ ചില പ്രസ്താവനകളിലൂടെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചതിൻ്റെ കൂടെ വർഗീയവൽക്കരണ ശ്രമങ്ങളും ശൈലജ ടീച്ചർക്കെതിരായി വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ടും ചില കള്ളക്കൂട്ടങ്ങൾ ടീച്ചറിന് വെറുതെ വിട്ടിരുന്നില്ല. വ്യക്തിവിരോധം പുലർത്തിയുള്ള സമീപനമാണ് UDFും അവരുടെ കക്ഷികളും പ്രവർത്തകരും ടീച്ചർക്കെതിരായി നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും മോശമായ പ്രവണതാ രീതിയിലുള്ള സമീപനമാണ് UDFന്റെ അണികളിൽ നിന്നും ശൈലജ ടീച്ചർക്കുണ്ടായത്. വടകര മണ്ഡലത്തിൽ നിന്നും സുന്നി വിഭാഗത്തിന്റെ നേതാവ് അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കള്ളപ്രചാരണ പ്രസ്താവന ഇറക്കി UDF അണികളിലെ ഏതോ ഒരു വിവരദോഷി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. പ്രചാരണ സമയത്ത് സംഭവിച്ച പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുന്നി വോട്ടുകളെ LDFന് എതിരാക്കുക എന്ന തന്ത്രമാണ് ഈ വ്യാജ പ്രചാരണത്തിന്റെ ഉദ്ദേശം. ഒരു ചാനലിന്റെ ലോഗോ ഉപയോഗിച്ച് ശൈലജ ടീച്ചർ പറയാത്തതായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള വിധത്തിലും ചില വ്യാജമായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി അതിൽ ടീച്ചറിന്റെ മുഖം മോർഫ് ചെയ്ത് ചില വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പുകളിൽ പോലും പ്രചരിപ്പിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സംഭവങ്ങൾക്ക് എല്ലാം ഉത്തരവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം കോൺഗ്രസും ലീഗുകാരും അടക്കമുള്ളവരും അതിൽപ്പെടുന്ന ചില പ്രമുഖ നേതാക്കന്മാരുമായിരുന്നു. തെറ്റായ കാര്യങ്ങൾ ഉന്നയിക്കുകയും വൃത്തികേടുകൾ പുറംതള്ളി വിവാദമാകുമ്പോൾ ക്ഷമാപണം നടത്തുന്നത് UDFന്റെ ഇപ്പോഴത്തെ പുതിയ സ്റ്റൈലാണ്. ഈ ക്ഷമ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, UDFും അതുമായി ബന്ധപ്പെട്ടവരും അശ്ലീലത്തിനുള്ളിൽ കിടന്ന് മെഴുകുകയായിരുന്നെന്ന്. അതിനുദാഹരണം ഇവരുടെ കൂട്ടത്തിലുള്ള തന്നെ ചില വിശ്വപുരുഷന്മാരുടെ ഭൂതകാലം പരിശോധിച്ചാൽ തന്നെ മതിയാകും.